പാലാ ഗാന്ധി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജനാധിപത്യ ഇടങ്ങളുടെ വീണ്ടെടുപ്പ് ഗാന്ധിയൻ സമീപനം എന്ന വിഷയത്തെക്കുറിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. ഗാന്ധിമാർഗ പ്രവർത്തകൻ പി.വി. രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. ജനാധിപത്യം സൂക്ഷ്മതലത്തിൽ വികസിച്ചു വരേണ്ടതുണ്ടെന്നും കുടുംബങ്ങളിൽ മുതൽ ജനാധിപത്യ സംസ്കാരം ഉണ്ടാകണമെന്നും പി.വി. രാജഗോപാൽ പറഞ്ഞു. ഡെമോക്രസിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും വളരെ ശക്തിയായി ഭംഗിയായി ചിന്തിക്കേണ്ട സമയമാണിത്. ഈ ഡെമോക്രസിയെ ശക്തിപ്പെടുത്തണമെന്ന്. അപ്പോൾ ഇപ്പോൾ പുതിയ ശബ്ദം എന്താണ്? ഡീപ്പനിങ് ഡെമോക്രസി എന്നാണ് പറയുന്നത്. ഡെമോക്രസി വളരെ സൂപ്പർഫിഷ്യലായിട്ട് നടക്കുന്നു. ഡെമോക്രസി എന്ന ശബ്ദം ഉപയോഗിക്കുന്നു, വേണ്ടതൊക്കെ ചെയ്യുന്നു. അപ്പം അതിന് റൂട്ട് പിടിച്ചിട്ടില്ല. ആ ഡെമോക്രസിക്ക് റൂട്ടായിട്ടില്ല. അതിനെന്താ കാരണം? ഒരു കാരണം പറയുന്നത്, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, നമ്മളൊരു ഫ്യൂഡൽ സൊസൈറ്റിയിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ ഫ്യൂഡലിസത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. കേരളത്തിൽ കുറച്ച് പുറത്തു വന്ന് കാണും. പക്ഷേ ഇപ്പം മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ബീഹാറിലും അവിടെ ഇറ്റ് ഇസ് റിയലി എ ഫ്യൂഡൽ സൊസൈറ്റി. ഗ്രാമത്തിലെ മുഖ്യൻ തീരുമാനിക്കുന്നു ആർക്ക് വോട്ടിടാം, ആർക്ക് വോട്ടിടേണ്ട, എവിടെ പോകണം, എവിടെ പോകണ്ട, കല്യാണത്തിന് കുതിരപ്പുറത്ത് ഇരിക്കാൻ പാടുണ്ടോ, ഇരിക്കാൻ പാടില്ലയോ, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഒരാളാണ്. അങ്ങനെ ഒരു ഫ്യൂഡൽ സൊസൈറ്റിയിൽ ജീവിക്കുന്നവർക്ക് ഡെമോക്രസിയെ സ്വീകരിക്കാൻ വളരെ സമയമാണ്. ജനങ്ങളുടെ സ്വരം കേൾക്കാൻ ഭരണാധികാരികൾ തയ്യാറായില്ലെങ്കിൽ നിരന്തരമായ അഹിംസാത്മക സമരം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂരഹിതരായ ആദിവാസികൾക്ക് വേണ്ടി വനാവകാശ നിയമം പാസാക്കിയത് വടക്കേ ഇന്ത്യയിൽ നടന്ന ആദിവാസി സമരത്തെ തുടർന്നാണെന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിലും ഇത്തരം സമരങ്ങൾ ഉയർന്നു വരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗാന്ധി സെന്റർ ചെയർമാൻ കെ.ജെ. എബ്രഹാം അധ്യക്ഷനായിരുന്നു. വി.എം. അബ്ദുള്ള ഖാൻ, അഡ്വക്കേറ്റ് കെ.സി. ജോസഫ്, അഡ്വക്കേറ്റ് ജോൺ ജോസഫ്, അഡ്വക്കേറ്റ് ജോർജ് കുട്ടി കടപ്ലാക്കൽ, എൻ.കെ. രാജു, ഡോക്ടർ ഗ്ലോറി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു.